ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്. എല്ലാവർക്കും നമസ്കാരം. എ ഫോർ ഓൾ ഫോർ യു PSC GK സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ ക്ലാസ് 8 പാർട്ട് 2 സ്വാഗതം. ഈ 200 ചോദ്യോത്തരങ്ങൾ ഒരു 2-3 തവണ കേട്ട് കഴിയുമ്പോൾ നാം പഠിച്ചു കഴിഞ്ഞിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ 100 ചോദ്യോത്തരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതാ വരുന്നു 101ാമത്തെ ചോദ്യം. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു കോൺഗ്രസ് മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ സമ്മേളനം, സൂററ്റ് സമ്മേളനം, തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ INC പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് JB കൃപലാനി. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എന്താണ്? ദേശ് നായക്. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. കാതൽ മന്നൻ എന്നറിയപ്പെടുന്നത് ജമിനി ഗണേശൻ. ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ രാജ് കപൂർ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശങ്കരാചാര്യർ. സമാധാനത്തിൻ്റെ ആൾരൂപം ലാൽ ബഹദൂർ ശാസ്ത്രി. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ വർഗീസ് കുര്യൻ. ലോകത്തിൻ്റെ പ്രകാശം എന്നറിയപ്പെട്ടത് യേശുക്രിസ്തു. അഗതികളുടെ അമ്മയാരാ? മദർ തെരേസ. കിഴക്കിൻ്റെ പുത്രി ബേനസീർ ഭൂട്ടോ. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിൻ. താജ്മഹലിൻ്റെ പഴയ പേര് മുംതാസ് മഹൽ. ഒന്നാം ലോകമഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരണമടഞ്ഞ സൈനികരുടെ ഓർമ്മയ്ക്കായി പണിതത് ഇന്ത്യ ഗേറ്റ്. ഏറ്റവും പ്രാചീന ബുദ്ധമത സ്മാരകം സാഞ്ചി സ്തൂപം. മോഹൻലാലിൻ്റെ കാലാപ്പാനി സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ഈ കാലാപ്പാനി എന്നറിയപ്പെടുന്ന തടവറ ഏതാണ്? സെല്ലുലാർ ജയിൽ. കാറ്റുകളുടെ കൊട്ടാരം ഹവാമഹൽ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജ. ചട്ടമ്പിസ്വാമികൾ എന്ത് പേരിലാണ് സന്യാസം സ്വീകരിച്ചത്? ഷൺമുഖദാസൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു GP പിള്ള. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം. പൊന്മുടി സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരള പോലീസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, തിരുവനന്തപുരം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക്. കേരളത്തിലെ ആദ്യ സീഫുഡ് പാർക്ക് അരൂർ. തകഴി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിൽ. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കെട്ടുകാഴ്ചയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴയിലെ ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ക്ഷേത്രം. നെഹ്റു ട്രോഫിയുടെ ആദ്യ പേര് എന്തായിരുന്നു? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ആലപ്പുഴ തുറമുഖം പണിതത് രാജാ കേശവദാസ്. ഇന്ത്യയിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം. ഏത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏകാദശി? ഗുരുവായൂർ. കേരളത്തിലെ
നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏക നിത്യഹരിത വനം സൈലന്റ് വാലി. പാലക്കാട്ട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഹൈദരലി. കൊക്കോകോള വിരുദ്ധ സമര നായിക മൈലമ്മ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന തെരുവ് ഏതാണ്? മിഠായി തെരുവ്. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖം. സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുൽപ്പള്ളിയിൽ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്. അങ്ങനെ നാം 150 ചോദ്യോത്തരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതാ വരുന്നു 151ാമത്തെ ചോദ്യം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി നിർണയം നടത്തിയ ബ്രിട്ടീഷ് ലോയർ. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി നിർണയം നടത്തിയ ബ്രിട്ടീഷ് ലോയർ സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ്. പിരിച്ചുവിടപ്പെട്ട ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ, അതായത് പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? KM ചന്ദ്രശേഖർ. സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര്? ഡോക്ടർ അമർത്യ സെൻ. ഡോക്ടർ അമർത്യ സെൻ. ആൾക്കൂട്ടം ഇത് ആരുടെ കൃതിയാണ്? ആനന്ദ്. അമൃത്സറിലെ സുവർണക്ഷേത്രം പണി കഴിപ്പിച്ചത് ആര്? ഗുരു അർജുൻ ദേവ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുഷോക് ബാഹുല. ഇതിന് ലോകത്തിലെ വാണിജ്യ വിമാനത്താവളങ്ങളിൽ 23ാമത്തെ സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. പൂർണ്ണ ആന്തര പ്രതിഫലന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം. പൂർണ്ണ ആന്തര പ്രതിഫലന തത്വം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഫൈബർ ഓപ്റ്റിക് കേബിൾ. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കർ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പേര് ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? അയർലൻഡ്. IBRDയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IBRD. ലീഗ് ഓഫ് നേഷൻസ് എന്ന ആശയം കൊണ്ടുവന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വുഡോ വിൽസൺ. മാൻ സബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ. നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനം. ഓസ്കാർ അവാർഡിൻ്റെ മറ്റൊരു പേര് അക്കാദമി അവാർഡ്. മ്യാൻമറിലെ കറൻസി ക്യാറ്റ്, ബർമീസ് ക്യാറ്റ് എന്നും പറയാറുണ്ട്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഴുകൻ. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഓടിച്ചു തുടങ്ങിയ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്. ജന്മശതാബ്ദിയാണ്, അപ്പോൾ ശതാബ്ദി എക്സ്പ്രസ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ.
പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതു പ്രദേശം? കുട്ടനാട്. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിൽ. വൈദ്യുതി കണ്ടുപിടിച്ചത് മൈക്കേൽ ഫാരഡെ. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം ഏത്? 1936. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലി. അശോക ചക്രം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ലോസ് ഓഫ് ധർമ്മ തത്വങ്ങളെ. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2009. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ്? ഗോദാവരി. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി കൂടിയാണ്. യമുനയുടെ മറ്റൊരു പേര് കാളിന്തി. ഒരു പാർട്ടിക്ക് ലോക്സഭയിൽ അംഗീകൃത പ്രതിപക്ഷ പാർട്ടി എന്ന സ്ഥാനം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര സീറ്റ് വേണം? അതായത് ഒരു പാർട്ടിക്ക് ലോക്സഭയിൽ അംഗീകൃത പ്രതിപക്ഷ പാർട്ടി എന്ന സ്ഥാനം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര സീറ്റ് വേണം? ലോക്സഭയിലെ ആകെ അംഗബലത്തിൻ്റെ 10 ഇപ്പം ലോക്സഭയിലെ ആകെ അംഗബലം 100 ആണെങ്കിൽ 10 അംഗങ്ങൾ വേണം. ലോക്സഭയിൽ മണി ബിൽ ഏതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാർ. പ്രസിദ്ധമായ ഡക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ രാജാവ് ഔറംഗസീബ്. കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കാവേരി. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൈസൂർ. ലാൽബാഗ് ഉദ്യാനം എവിടെയാണ്? ബാംഗ്ലൂരിൽ. യക്ഷഗാനം ഉദയം കൊണ്ട സംസ്ഥാനം കർണാടക. റോഹിയ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. സസ്യശാസ്ത്രജ്ഞരുടെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി എവിടെയാണ്? കൊൽക്കത്ത നാഷണൽ ലൈബ്രറി. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്ത. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കുറവുള്ള സംസ്ഥാനം മിസോറാം. ഓക്കെ, അങ്ങനെ 200 ചോദ്യോത്തരങ്ങൾ നാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയൊരു 2-3 പ്രാവശ്യം കൂടെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ 200 ചോദ്യോത്തരങ്ങളും നമുക്ക് സ്വന്തം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേക സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് വിഷ്വൽസ് ഒന്നും കാണണം. നമ്മൾ ഒന്ന് കേട്ടാൽ മാത്രം മതി. നമുക്കത് നമ്മുടെ വിശ്രമ സമയങ്ങളിലോ നമ്മൾ വെറുതെ ഒന്ന് ഇരിക്കുമ്പോഴോ ഒക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കേട്ടാൽ മാത്രം മതി. താനേ നമ്മുടെ മനസ്സിലേക്ക് പതിയും. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ കേൾവി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പതിയും. അതുപോലെ തന്നെ ഈ TV-യുടെയും ഒരു ഗുണം അതാണ്. വിഷ്വൽസൊക്കെ പെട്ടെന്ന് പതിയും. പിന്നെ അതുപോലെ തന്നെ ഓഡിയോസും. നമുക്കിവിടെ പിന്നെ വിഷ്വൽസിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് കേട്ടാൽ മാത്രം മതി. GK അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നിങ്ങളുടെ എന്ത് കമൻസ് ഉണ്ടെങ്കിലും ഇവിടെ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. രസകരമായ മറ്റൊരു ക്ലാസ്സുമായി എത്രയും പെട്ടെന്ന് ഞാനെത്തും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നടന്നുകൊണ്ട് സൈനിങ് ഔട്ട് ബൈ പ്രകാശ്. താങ്ക് യു.